5 വർഷം മുമ്പാണ് ഈ ഇരിട്ടി സ്വദേശിയായ ജനീഷ് വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം 3 മാസം ഈ അമ്മ പറയുന്നത്, സ്നേഹയുടെ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സ്നേഹയുടെ അമ്മയുടെ പ്രതികരണ പ്രകാരം വിവാഹം കഴിഞ്ഞ് മൂന്നാമത്തെ മാസം മുതൽ ഈ ക്രൂരമായ പീഡനമാണ് സ്നേഹ അനുഭവിക്കേണ്ടി വന്നതെന്നാണ് ഈ അമ്മ പറയുന്നത്. അതായത് ഒരു അമ്മക്കും ഇത്തരം ഒരു ഗതി വരാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം. അതായത് അമ്മ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചോറ് വാരി കൊടുത്ത കയ്യിൽ നിന്നും അറുത്തിടാൻ ആകാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് അമ്മ പറയുന്നത്. ഏതായാലും ക്രൂരമായ പീഡനം, അതായത് ഒരു ഭാര്യയും അനുഭവിക്കാൻ അത്രയും ക്രൂരമായ പീഡനമാണ് ജനീഷിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സ്നേഹയ്ക്ക് അനുഭവിക്കേണ്ടി വന്നതെന്നാണ് അമ്മ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. വളരെ വിഷമത്തോടെ, അതായത് കരഞ്ഞു തളർന്നൊരു മുഖമായാണ് ആ അമ്മ നമ്മളോട് പ്രതികരിച്ചത്, ഇപ്പം അല്പം മുമ്പ് പ്രതികരിച്ചത്. അവർ പറയുന്നത് ഇതാണ്, അതായത് ഒരു 5 വർഷം മുമ്പാണ് ജനീഷുമായുള്ള വിവാഹം കഴിയുന്നത്. അതിനുശേഷം മൂന്നാമത്തെ മാസം മുതൽ ഇത്തരത്തിൽ ക്രൂരമായ പീഡനം, അതായത് ഈ ജനീഷിൻ്റെ അമ്മയുടെ പിതാവും ഉൾപ്പെടെയുള്ളവർ ഈ സ്നേഹയെ മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ മകൻ്റെ നിറത്തിൻ്റെ പേര് പറഞ്ഞും അവർ കളിയാക്കുകയും ഒപ്പം തന്നെ മാനസികമായും ശരീരവും പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അതായത് തൻ്റെ മകൻ വെളുത്തിട്ടാണ്, താൻ കറുത്തിട്ടാണ്, അപ്പോൾ എന്തുകൊണ്ട് തൻ്റെ നിറം മകന് ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ സ്നേഹയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് എന്നാണ് ഈ അമ്മ പറയുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ക്രൂരമായ പീഡനം നടന്നു. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി ഉണ്ടായിരുന്നുവെങ്കിലും സ്നേഹയുടെ ഒരു നിർബന്ധം, അതായത് തൻ്റെ കുഞ്ഞിന് അച്ഛനില്ലാതായി പോകുമോ എന്നുള്ളൊരു ഭയം സ്നേഹയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനീഷുമായുള്ള തുടർബന്ധത്തിന് തന്നെ അതിനൊരു ബന്ധവുമായി മുന്നോട്ട് പോവുക തന്നെയാണ് സ്നേഹ ചെയ്തത്. പിന്നീട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് സ്നേഹ നീങ്ങിയത്. അതായത് വീട്ടിൽ വന്നു, ഈ അമ്മ പറയുന്നത് പ്രകാരം പെട്ടെന്നൊരു കോൾ വന്നു. അത് ജനീഷിൻ്റേതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കോളിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. തുടർന്ന് അമ്മയുടെ ഈ ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ടു. ഈ സ്നേഹ മെസ്സേജ് അയക്കുന്നു, ഞാൻ പോവുകയാണ്, എനിക്ക് ജീവിക്കാൻ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് അയക്കുകയായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു വീട്ടിൽ സ്നേഹ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 16-ാം തീയതി ആത്മഹത്യ ചെയ്യുന്നത്. തൂങ്ങി മരണമായിരുന്നു. ആദ്യം കളിയാക്കുകയാണെന്നാണ് അമ്മ കരുതിയത്. പിന്നീട് നോക്കുമ്പോഴാണ് തൻ്റെ മകൾ എന്നേക്കുമായി തന്നെ വിട്ടു പോവുകയാണെന്നാണ് അസത്യരമ്മ മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ ക്രൂരമായൊരു നടപടിയായിരുന്നു ജനീഷിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഒരമ്മക്കും സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ആ നടപടി എന്നാണ് ഈ അമ്മ പറയുന്നത്. ഏതായാലും 20 മിനിറ്റോളം നമ്മളോട് അമ്മ സംസാരിച്ചു. കാരണം അത്രയും സങ്കടത്തോടെയും അത്രയും വൈകാരികമായിരുന്നു അമ്മയുടെ പ്രതികരണം. അതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഏതായാലും ഈ ഒരു ഭർത്താവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾക്കായി എങ്ങനെയാകുമെന്നാണ് നമുക്കിനി അറിയേണ്ടത്. Subscribe to One India and never miss an update.